പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രവാസികളുടെ സുരക്ഷയും സമുദ്ര വ്യാപാരവും സംരക്ഷിക്കാൻ ഉറച്ച നീക്കങ്ങളുമായി ഇന്ത്യ. പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ കരുതലോടെയുള്ള നീക്കങ്ങളിലേക്കാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ മേഖലയിലെ സമാധാനം തകർക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ വസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് യുദ്ധം നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കെ കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിന്റെ സംരക്ഷണത്തിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അശാന്തമായ കടൽപാതകളിൽ ഭാരതത്തിന്റെ കരുത്തായി ഓപ്പറേഷൻ സങ്കല്പുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുകയും സമുദ്രപാതകൾ സംഘർഷഭരിതമാവുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്കും നാവികർക്കും സുരക്ഷാ കവചമൊരുക്കി ഇന്ത്യൻ നാവികസേന സജീവമാണ് ഇപ്പോൾ. സമുദ്രപാതകളിലെ ഇന്ത്യൻ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഓപ്പറേഷൻ സങ്കല്പ് എന്ന ദൗത്യം നാവികസേന വിപുലീകരിച്ചു കഴിഞ്ഞു. പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ നിരന്തര നിരീക്ഷണങ്ങൾ നടത്തുകയാണ്. വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ തയ്യാറാണ്. വിലക്കുറവിൽ രാജ്യത്തെ ജനങ്ങൾക്ക് എണ്ണ ഉറപ്പാക്കുക എന്നതിന്റെ പ്രധാന വിലയിരുത്തലാണ് ഇത്. ലോകത്തിന്റെ ഏതു കോണിൽ യുദ്ധം നടന്നാലും ഭാരതത്തിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ തടസ്സപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ മോദി സർക്കാർ കർശനമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നായ പേർഷ്യൻ ഗൾഫിലും ഒമാൻ ഉൾക്കടലിലും ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് 2019 ജൂണിൽ ഇന്ത്യൻ ഓപ്പറേഷൻ സങ്കല്പ് ആരംഭിച്ചത്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു നാവികസേനയുടെ ഈ നിർണായക ഇടപെടൽ. അത്യാധുനിക ആയുധശേഖരമുള്ള ഡിസ്ട്രോയറുകളും ഫ്രിഗറേറ്ററുകളും ഈ ദൗത്യത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. കടൽ കൊള്ളക്കാരിൽ നിന്നുള്ള ഭീഷണികൾക്ക് പുറമെ ആധുനിക കാലത്തെ ഡ്രോൺ ആക്രമണങ്ങളെയും മിസൈൽ ഭീഷണികളെയും നേരിടുവാൻ സജ്ജമായ സംവിധാനങ്ങളാണ് ഈ യുദ്ധക്കപ്പലുകൾ ഒരുക്കിയിരിക്കുന്നത്. കേവലം ഒരു കാവൽ ദൗത്യം മാത്രമല്ല ഓപ്പറേഷൻ സങ്കല്പ്. കടലിലൂടെ കടന്നു പോകുന്ന ഇന്ത്യൻ വ്യാപാര കപ്പലുകൾക്ക് മാനസികമായ ധൈര്യം നൽകാനും അടിയന്തര ഘട്ടങ്ങളിൽ സാങ്കേതിക സഹായം എത്തിക്കുവാനും ഈ ദൗത്യത്തിലൂടെ സാധിക്കും. ഏകോപനത്തിനായി മുംബൈയിലെ കൺട്രോൾ റൂമും ഗുഡ്ഗാവിയിലെ ഇൻഫർമേഷൻ ഫ്യൂസും സെന്ററും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. കടലിന് മുകളിലൂടെയുള്ള ആകാശ നിരീക്ഷണവും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. നാവികസേനയുടെ P-8I നിരീക്ഷണ വിമാനങ്ങളും അത്യാധുനിക ഡ്രോണുകളും നിരന്തരം വിവരങ്ങൾ ശേഖരിക്കുകയും കപ്പലുകൾക്ക് മുൻകൂർ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെയോ മറ്റ് വൻശക്തികളുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഭാരതത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വന്തം നാവിക കരുത്ത് ഉപയോഗിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. യുദ്ധഭൂമിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുവാനും കടൽ കൊള്ളക്കാരിൽ നിന്ന് ചരക്കുകളെ സംരക്ഷിക്കുവാനും നമ്മുടെ നാവികസേന സജ്ജമാണ്. അശാന്തമായ ഉൾക്കടലിലും ഭാരതത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓപ്പറേഷൻ സങ്കല്പ് മുന്നേറുകയാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് തെളിയിക്കുന്ന ഈ ദൗത്യം തുടരും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.